Hello, my little brothers and sisters. Today, let's go to new topics. Our topic name is what are the difference between natural habitat and human-made habitat. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നാച്ചുറൽ ഹാബിറ്റേറ്റും ഹ്യൂമൻ മെയ്ഡ് ഹാബിറ്റേറ്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് നാച്ചുറൽ ഹാബിറ്റേറ്റ്? എന്താണ് നാച്ചുറൽ ഹാബിറ്റേറ്റ് എന്ന് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. A natural habitat is a place where plants and animals live naturally without human help. മനുഷ്യരുടെ യാതൊരു സഹായവും ഇല്ലാതെ ജന്തുക്കളും സസ്യങ്ങളും സ്വാഭാവികമായിട്ട് വളരുന്ന പ്രദേശത്തിനെയാണ് നാച്ചുറൽ ഹാബിറ്ററ്റ് എന്ന് പറയുന്നത്. സം എക്സാമ്പിൾ ഫോർ നാച്ചുറൽ ഹാബിറ്ററ്റ്. നാച്ചുറൽ ഹാബിറ്ററ്റിന് കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് പറഞ്ഞു നോക്കാം. ഫസ്റ്റ് വൺ ഈസ് എ റിവർ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ഹാബിറ്റേറ്റിന് ഉദാഹരണമാണ്. ബിക്കോസ് സം വാട്ടർ ആനിമൽസ് ലിവ് ഇൻ ദ റിവറിലെ കുറേ ജീവികൾ ജീവിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ സ്മാൾ പ്ലാന്റ്സ്, ചെറിയ ചെടികളും റിവറിൽ ജീവിക്കുന്നു, അതായത് വളരുന്നു. അതുകൊണ്ട് റിവർ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ഹാബിറ്റേറ്റിന് ഉദാഹരണമാണ്. നെക്സ്റ്റ് വൺ ഈസ് എ മെഡോ എന്ന് പറയുന്നത് നാച്ചുറൽ ഹാബിറ്റേറ്റിന് മറ്റൊരു ഉദാഹരണമാണ്. കാരണം ഇവിടെ ഒരുപാട് ജന്തുക്കൾ ജീവിക്കുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ ചെറിയ ചെടികളും ഇവിടെ വളരുന്നുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് ഇതിനെ നാച്ചുറൽ ഹാബിറ്റേറ്റ് എന്ന പട്ടികയിൽ ഉൾപ്പെടുത്താം. നെക്സ്റ്റ് ഡെസേർട്ടാണ്, മരുഭൂമിയാണ്. ക്യാമൽ ആൻഡ് കാക്ടസ് പ്ലാന്റ് എല്ലാം വളരുന്നത് എവിടെയാണ്? മരുഭൂമിയിലാണ്. അതുകൊണ്ട് മരുഭൂമിയെ നമുക്ക് നാച്ചുറൽ ഹാബിറ്റേറ്റായി പരിഗണിക്കാം. അതിനോടൊപ്പം തന്നെ ഓഷൻ, സമുദ്രവും അതുപോലെ കടൽ, ഇവയെല്ലാം തന്നെ നാച്ചുറൽ ഹാബിറ്റേറ്റിന് ഉദാഹരണമാണ്. അതിനോടൊപ്പം നമുക്ക് നമ്മുടെ ചുറ്റുപാടും കാണുന്ന പാഡി ഫീൽഡിനെയും നാച്ചുറൽ ഹാബിറ്റേറ്റിന് ഉൾപ്പെടുത്താവുന്നതാണ്. കാരണം അവിടെ ഒരുപാട് ടൈനി ക്രിയേച്ചേഴ്സും അതിനോടൊപ്പം പ്രാണികൾ, ഇൻസെക്റ്റുകളും ചെറിയ പ്ലാന്റുകളും ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പാഡി ഫീൽഡിനെയും ഒരു നാച്ചുറൽ ഹാബിറ്റേറ്റായി പരിഗണിക്കാവുന്നതാണ്. ഇതുപോലെ ഒരുപാട് നാച്ചുറൽ ഹാബിറ്റേറ്റ് നിങ്ങൾക്കറിയാം. നിങ്ങൾ അതൊന്ന് എഴുതി നോക്കൂ. ഹിൽസ്, കുന്നുകൾ, റോക്സ്, പാറക്കൂട്ടങ്ങൾ, ദെൻ കടൽ, ഓഷൻ, സമുദ്രം, പോണ്ട്, കുളം, വെൽ, കിണർ, ഇതെല്ലാം എന്താണ്? നാച്ചുറൽ ഹാബിറ്റേറ്റ്. നെക്സ്റ്റ് വൺ ഈസ് എ ഹ്യൂമൻ മെയ്ഡ് ഹാബിറ്റേറ്റ്. ദ ഡെഫിനിഷൻ ഓഫ് ഹ്യൂമൻ മെയ്ഡ് ഹാബിറ്റേറ്റ്. എ ഹ്യൂമൻ മെയ്ഡ് ഹാബിറ്റേറ്റ് ഈസ് എ പ്ലേസ് ക്രിയേറ്റഡ് ഓർ മോഡിഫൈഡ് ബൈ ഹ്യൂമൻ വെർ പ്ലാന്റ്സ് ഓർ ആനിമൽസ്. ജന്തുക്കൾക്കും സസ്യങ്ങൾക്കും ജീവിക്കാൻ വേണ്ട വാസസ്ഥലം മനുഷ്യർ നിർമ്മിച്ചു കൊടുക്കുമ്പോൾ അത് മാൻമെയ്ഡ് ഹാബിറ്റേറ്റ് ആയിട്ട് പരിഗണിക്കാം. ഉദാഹരണമായി മൃഗശാല, അതുപോലെ തന്നെ പക്ഷിക്കൂട്, ഫാം, ഗാർഡൻ, ഇതെല്ലാം തന്നെ ഹ്യൂമൻ മെയ്ഡ് ഹാബിറ്റേറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇവിടെ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു ഹാബിറ്റേറ്റാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് എ വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ നാച്ചുറൽ ഹാബിറ്റേറ്റ് ആൻഡ് മാൻ മെയ്ഡ് ഹാബിറ്റേറ്റ്. നാച്ചുറൽ ഹാബിറ്റേറ്റ് എന്ന് പറയുന്നത് മെയ്ഡ് ബൈ നേച്ചർ, പ്രകൃതിയായിട്ട് സൃഷ്ടിക്കുന്ന ഒന്നാണ് നാച്ചുറൽ ഹാബിറ്റേറ്റ്. എന്നാൽ മെയ്ഡ് ബൈ ഹ്യൂമൻ, മനുഷ്യനിർമ്മിതമാണ് മാൻ മെയ്ഡ് ഹാബിറ്റേറ്റ്. നെക്സ്റ്റ് വൺ, അനിമൽസ് ലിവ് നാച്ചുറലി. നാച്ചുറൽ ഹാബിറ്റേറ്റിൽ മൃഗങ്ങൾ സ്വാഭാവികമായിട്ട് പ്രകൃതിയോട് അനുയോജ്യമായ രീതിയിലാണ് ജീവിക്കുന്നത്. എന്നാൽ മാൻ മെയ്ഡ് ഹാബിറ്റ് ാകുമ്പോഴോ ഹ്യൂമൻസ് ബിൽഡ് ഇറ്റ്സ് ഫോർ അനിമൽസ്, മൃഗങ്ങൾക്ക് വേണ്ട വാസസ്ഥലം ഒരുക്കുന്നത് ഇവിടെ മനുഷ്യരാണ്. നെക്സ്റ്റ്, നോ ഹ്യൂമൻ ഹെൽപ്പ് ഈസ് നീഡഡ്. മനുഷ്യന്റെ യാതൊരു സഹായവും നാച്ചുറൽ ഹാബിറ്റേറ്റിന് ആവശ്യമില്ല. ബട്ട് നീഡ്സ് ഹ്യൂമൻ കെയർ ആൻഡ് മെയിൻറ്റെയിൻസ് ഇൻ എ മാൻ മെയ്ഡ് ഹാബിറ്റേറ്റ്. മനുഷ്യന്റെ സഹായം എവിടെ വേണം? മാൻ മെയ്ഡ് ഹാബിറ്റേറ്റിൽ വേണം. നെക്സ്റ്റ്, ഫൗണ്ട് ഇൻ ഫോറസ്റ്റ്, റിവേഴ്സ്, ഓഷൻ, ഡെസേർട്ട്. ഈ നാച്ചുറൽ ഹാബിറ്റേറ്റ് എന്ന് പറയുന്നത് ഫോറസ്റ്റും, കാടുകൾ, അതുപോലെ തന്നെ പുഴകളും, ഓഷൻസ്, സമുദ്രങ്ങളും, ഡെസേർട്ട്, മരുഭൂമിയെല്ലാം തന്നെയാണ്. എന്നാൽ മാൻമെയ്ഡ് ഹാബിറ്റേറ്റ് എന്ന് പറഞ്ഞാലോ ഫൗണ്ട്സ് ഇൻ സൂസ്, അക്വേറിയം, ഫാം, ഗാർഡൻ, എക്സെട്ര, ഇതെല്ലാം തന്നെ മാൻമെയ്ഡ് ഹാബിറ്റേറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്.
മൃഗശാലയിലെ മൃഗങ്ങൾക്ക് വേണ്ട ഭക്ഷണവും വാസസ്ഥലവും ഒരുക്കുന്നത് മനുഷ്യരാണ്. അതുകൊണ്ടുതന്നെ മൃഗശാല എന്ന് പറയുന്നത് ഒരു മാൻ മെയ്ഡ് ഹാബിറ്റേറ്റ് ആണ്. നെക്സ്റ്റ്, അനിമൽസ് ഫൈൻഡ് ദെയർ ഓൺ ഫുഡ് ആൻഡ് ഷെൽട്ടർ. മൃഗങ്ങൾ അവർക്ക് വേണ്ട ഭക്ഷണവും അതിനോടൊപ്പം തന്നെ വെള്ളവും അഭയവും സംരക്ഷണവും എല്ലാം കണ്ടെത്തുന്നത് നാച്ചുറൽ ഹാബിറ്റേറ്റിലൂടെയാണ്. ബട്ട് ഹ്യൂമൻ പ്രൊവൈഡ് വാട്ടർ ആൻഡ് ഷെൽട്ടർ. എന്നാൽ മനുഷ്യരാണ് മാൻമെയ്ഡ് ഹാബിറ്റേറ്റിലെ മൃഗങ്ങൾക്കും സസ്യങ്ങൾക്കും ഭക്ഷണം നൽകുന്നതും ജലം നൽകുന്നതും സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസ് നൽകുന്നതും. അപ്പോൾ ഇതൊക്കെയാണ് നാച്ചുറൽ ഹാബിറ്റേറ്റും മാൻമെയ്ഡ് ഹാബിറ്റേറ്റും തമ്മിലുള്ള ഡിഫറൻസുകൾ. ഇതിൽ കൂടുതൽ ഡിഫറൻസുകൾ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. അതെല്ലാം തന്നെ നിങ്ങളുടെ EVS നോട്ട് ബുക്കിൻ്റെ പിറകുവശത്തായിട്ടൊന്ന് നോട്ട് ചെയ്യൂ.